ഇതല്ലേ വീട്? അതെ. ഞാൻ ഇറങ്ങണോ? വേണ്ട സാറേ. അച്ഛാ എന്നല്ലേ ചേന്നന്റെ ചേല് ആകെ മാറിയിരിക്കുന്നു. എല്ലാം ഒരു സ്വപ്നം പോലെ. അപ്പറഞ്ഞത് നേരാ. അല്ലെങ്കിൽ ചേന്ന മൂപ്പ ഇങ്ങനെ പഴയ ആളാകുമായിരുന്ന, പോയിന്ന് നനച്ച മോള് തിരിച്ചു വരുമായിരുന്ന. എന്താ നീ പറഞ്ഞേ? എന്റെ മകളെ? ആന്നേ, നീ മാനസികത്തിന് ഡാക്ടറെ അടുത്ത് ആയിരുന്നില്ലേ? നീ ഇല്ലാന്ന് വെച്ച് നിന്റെ മകളെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? തുറക്കാർ ഒന്നടങ്കം അങ്ങ് അന്വേഷിച്ച് കർത്താവ് ഈശോ മിശിഹാ കഴിഞ്ഞിട്ട് കണ്ടെത്തുകയും ചെയ്തു. മകള് എവിടെ? അവള് പറയാം. അവളിപ്പോ നിന്റെ മകള് മാത്രമല്ല, ഈ തുറക്കി തുറകളായ തുറകളുടെ ഒക്കെ മകളാ. നമ്മക്കൊന്നും പിടികിട്ടണില്ല. എന്റെ ചേന്ന, നിന്റെ മകള് തുറവിട്ട് ഓടിയതല്ല, തുറക്കാരെ സഹായിക്കാൻ വേണ്ടി പോയതാ. സർക്കാർ ഒരുപാട് ട്രെയിനിങ് കൊടുത്തെന്നാ കേട്ടത്. ഇപ്പോ കടലിന്റെ കാവലാളെ പോലെ അവള്. ഇടയ്ക്ക് ആശുപത്രിയിൽ വന്ന് നിന്നെ കാണുമായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ നീ വല്ലാത്ത ഓർമ്മപ്പെശകലായിരുന്നു. എനിക്കിപ്പോ എന്റെ പരലെ കാണണം. കാണാലോ, ഇന്ന് ഉച്ച തിരിഞ്ഞു വരും സർക്കാരിന് എന്തോ സമ്മാനവുമായിട്ട്. ആ ദിവസം തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റിയത് നിങ്ങളുടെ ഭാഗ്യം. എന്റെ പരല്, എന്റെ പരല്. എന്റെ പരല്. എന്റെ മകളെ, എവിടെയായിരുന്നു എന്റെ പൊന്നെ? അതൊക്കെ ഞാൻ അപ്പാക്ക് ഒരു ദിവസക്കണക്കിന് പറഞ്ഞുതരാം, പോരെ? ഇപ്പതേ സാറന്മാര് വന്ന കാര്യം നടക്കട്ടെ. എന്നാലും എന്റെ മകളെ, ഇപ്പൊ എല്ലാം നേരെയായില്ലേ? ഇനി ഇന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും മോള്. പക്ഷെ ഇന്നിനി മോക്കൊരു കാര്യം കൂടി ചെയ്തീർക്കാനുണ്ട്. തുറയിലെ എല്ലാരെയും വിളിക്കണം. എല്ലാവർക്കും ചേർന്നെ മോള് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? ആണപ്പാ, കടലിന്റെ മക്കൾക്കൊരു പൊൻകവചം. അതെന്തോന്നാ മക്കളെ ഈ പൊങ്കവചം? പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും അപകടമേറിയ ഒരു തൊഴിൽ മേഖലയാണ് കടൽ മത്സ്യബന്ധന മേഖല. വേണ്ടത്ര സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ കടലിൽ പോകുന്നതുകൊണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടാറുണ്ട്. നൂറുകണക്കിന് ആളുകൾ മരിക്കാറുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ അത്യാവശ്യം വേണ്ടുന്ന സുരക്ഷാ ഉപകരണങ്ങൾ അടങ്ങുന്ന കിറ്റ് നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ കിറ്റിലെ ഓരോ ഉപകരണത്തെക്കുറിച്ചും നിങ്ങളോട് വിശദമാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഈ വിശദാംശങ്ങൾ നൽകുന്നതിന് നിങ്ങളിൽ തന്നെ ഒരാളായിട്ടുള്ള ശ്രീമതി പാരൽ. കടൽ നമ്മുടെ കലവറയാണ്. അതിനെ ദുരന്തഭൂമിയാക്കാതിരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. പക്ഷേ നമ്മൾ അതത്ര ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ്
നമുക്കൊരുപാട് മുത്തുകൾ നഷ്ടപ്പെടുന്നത്. വള്ളം ഇറക്കും മുമ്പേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. റേഡിയോയിലോ ടിവിയിലോ വരുന്ന കാലാവസ്ഥാ സൂചന അതനുസരിച്ചേ നമ്മൾ പുറപ്പെടാവൂ. പുറപ്പെടുമ്പോൾ ഒന്നൊഴിവാക്കണം. എന്തായിരിക്കും അത്? ശരിയാണ്, കടലാകണം നമ്മുടെ ലഹരി. കടൽ മാത്രം, അല്ലാതെ മദ്യമാകരുത്. അപ്പോ എന്തു പാടില്ലാന്ന് മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ എഞ്ചിൻ പരിശോധിച്ച് നല്ല കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യത്തിനുള്ള എണ്ണ എടുക്കണം. പിന്നെ കയറും നങ്കൂരവും മറക്കാനേ പാടില്ല. ഏറ്റവും പ്രധാനം വെള്ളമാണ്. വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന ചൊല്ല് ശരിക്കും നടുക്കടലിൽ എത്തിപ്പെട്ടവർക്കേ അറിയൂ. ഉപ്പുവെള്ളം കുടിക്കാനേ പറ്റില്ലല്ലോ. കുടിച്ചാൽ ശരീരത്തിൽ വീണ്ടും ജലാംശം കുറയും. അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം കൂടുതൽ കരുതണം. അതിനാണ് ഈ കന്നാസ്. ഇതിൽ 20 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് ആദ്യം തന്നെ വള്ളത്തിൽ കെട്ടിവെക്കണം. ഓരോ യാത്ര കഴിയുമ്പോഴും ഇതിൽ വെള്ളം നിറയ്ക്കണം. ലൈഫ് ബോയ് എന്നാണ് ഇതിന്റെ പേര്. ഇത് കടലിൽ പൊങ്ങിക്കിടക്കും. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ മുങ്ങിപ്പോകാതെ പിടിച്ചു കിടക്കാൻ ഇത് ഉപകരിക്കും. ഒന്നല്ല 2-3 പേർക്ക് വരെ ഇതിൽ പിടിച്ച് എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിൽ കിടക്കാം. വെള്ളം പോലെ തന്നെയാണല്ലോ ഭക്ഷണവും. സാധാരണ നമ്മൾ കടലിൽ പോകുമ്പോൾ ഭക്ഷണം കരുതാറുണ്ടല്ലോ. എന്നാൽ എന്തെങ്കിലും അപകടം പറ്റിയാലോ വിചാരിച്ചതിലും ഏറെ വൈകിയാലോ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇനി ആ വിഷമം വേണ്ട. ഇതൊരു പ്രത്യേകതരം ബിസ്ക്കറ്റാ. സർവൈവൽ റേഷൻ എന്ന് നമുക്കിതിനെ വിളിക്കാം. അതായത് വിശപ്പടക്കി നമ്മെ നിലനിർത്താൻ പോകുന്ന ഭക്ഷണം. ഒരെണ്ണം 2 കഷണങ്ങളാക്കി 6 മണിക്കൂർ ഇടവിട്ട് കഴിച്ചാൽ 24 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ പിടിച്ചു നിൽക്കാനാകും. വെള്ളം കുടിക്കേണ്ടതുമില്ല. അത്തരം വിറ്റമിനുകളാണ് ഈ ബിസ്ക്കറ്റിലുള്ളത്. അല്ല പറയല്ലമ്മേ, ഇത് കഴിച്ചെടുക്കാൻ പറ്റുന്നതാണോ? എന്താ സംശയം? കഴിച്ചു നോക്കാലോ. നല്ല സ്വയംഭൻ സാധനം. ക്ലാരപ്പെണ്ണേ, ഇനി 24 മണിക്കൂർ നിന്റെ കയറ്റിയവന് 1 കൊടുക്കട്ടെ.